إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وأنه هو أضحك وأبكى وأنه هو أمات وأحيا ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നരകത്തിൻ്റെ പാറാവുകാരെ പറ്റി പറഞ്ഞു തരുന്ന സമയത്ത് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നരകത്തിന്റെ പാറാവുകാർ, അവരുടെ പ്രകൃതം, അവർ ഗില്ലത്തുള്ള ആളുകളാണ്, ഗിലാദാണ്. ഗിലാദ് എന്ന് പറഞ്ഞാല് പരുഷരായ, ഭയങ്കര കഠിന സ്വഭാവമുള്ള, ചിരിക്കാനറിയാത്ത, അവരുടെ മുഖഭാവത്ത് നിന്ന് പോലും ഒരു പുഞ്ചിരിയുടെ ആനുകൂല്യം പോലും ലഭിക്കാത്ത അത്രയും ഗില്ലത്തുള്ള, പരുഷതയുള്ള ആളുകളാണ് അവർ. ഷിദാദ്, ശക്തരായ ആളുകളാണ് എന്ന് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്. എന്തുകൊണ്ടാണ് നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾക്ക് ഇത്ര പാരുഷ്യം അള്ളാഹു നൽകിയത്? അതിനുള്ള ഉത്തരം, അവരുടെ ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള നോട്ടത്തിന്റെ ആനുകൂല്യം പോലും നരകത്തിലുള്ള ആളുകൾ അർഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നമ്മളുടെ ഒരാൾ പുഞ്ചിരിച്ചാൽ, മുഖപ്രസന്നതയോടുകൂടി നമ്മോട് സംസാരിച്ചാൽ, അത് നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട്. നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലത്തുള്ള വാച്ച്മാൻമാര് നമ്മളോട് ഭയങ്കര മുഖപ്രസന്നതയോടുകൂടി, പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നു. നമ്മൾ ഓഫീസിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള നമ്മളുടെ സഹ ഉദ്യോഗസ്ഥരായ ആളുകൾ നമ്മളെ പുഞ്ചിരിയോടുകൂടി വരവേൽക്കുന്നു. അവിടെയുള്ള നമ്മളുടെ മേലുദ്യോഗസ്ഥർ നമ്മളോട് പുഞ്ചിരിക്കുന്നു. എന്തൊരു സന്തോഷമായിരിക്കും ആ ദിവസം നമുക്ക് നൽകുന്നത്. അത് നമുക്ക് നൽകുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞത് വല്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും നമ്മളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വളരെ രൂക്ഷമായ മുഖഭാവത്തോടു കൂടി കടന്നു ചെന്നാൽ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഭാര്യയിൽ, മക്കളിൽ ഒക്കെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ പുഞ്ചിരിയിൽ നിന്ന് നേടുന്ന ആശ്വാസം അത് നമ്മളിൽ നിന്ന് നമ്മളുടെ അടുത്ത ആളുകളും അർഹിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി ചെല്ലുന്ന സമയത്ത് രൂക്ഷമായ ഭാവത്തോടു കൂടി അധ്യാപകൻ കയറി ചെല്ലുമ്പോൾ ആ കുട്ടികളൊക്കെ ഒന്ന് സൈലന്റ് ആകും, അവരൊരു ഗൗരവ ഭാവത്തിലാകും.
അതേ അധ്യാപകൻ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടികളൊക്കെ വളരെ ഫ്രീ ആവും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പുഞ്ചിരിക്കുക എന്നത്, ചിരിയോടുകൂടി പെരുമാറുക എന്നത് അത് വലിയൊരു ഗുണമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിരിയും കരച്ചിലും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് നമുക്ക് നൽകുന്നത്. വ അന്നഹു ഹുവ അദ്ഹക വ അബ്കാ. തീർച്ചയായിട്ടും അള്ളാഹു ആണ് ചിരിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്നത്. നമുക്ക് പുഞ്ചിരിക്കുവാനുള്ള അവസരങ്ങൾ നൽകുന്നത് പടച്ചോനാണ്. നമ്മൾക്ക് കരയേണ്ടതാകുന്ന അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിക്കുന്നതും അതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അപ്പം ചിരിക്കാനുള്ള കഴിവും അതിനുള്ള അവസരവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നതാണ്. ഈ പുഞ്ചിരിയെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. നന്മയിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. അത് ശരിയല്ല, ഒരു പുഞ്ചിരി അതുകൊണ്ടൊക്കെ എന്താ കിട്ടാനുള്ളത് എന്ന് കാണണ്ട. നന്മയിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണണ്ട. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്. പുഞ്ചിരിയുള്ള മുഖഭാവത്തോടു കൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിനക്ക് പുണ്യമുള്ള കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് അത് നിനക്കുള്ള സ്വതക്കയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളിൽ സ്വഹാബികൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ പുഞ്ചിരിക്കുന്ന ഒരാളായിരുന്നു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കുന്ന ആളുകൾക്കൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുഞ്ചിരി സമ്മാനിക്കും. അത് സ്വഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലല്ലാഹി മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം പുഞ്ചിരിക്കുന്നവനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബത്ത് പറഞ്ഞവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ പൂർത്തീകരണമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാതിരുന്ന ആളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം പുഞ്ചിരിക്കുന്നവനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരാണ്. റസൂലിന്റെ ചിരി എങ്ങനെയായിരുന്നു എന്നും സഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. മകാന ലഹഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സുമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി, ലഹഖ് പറഞ്ഞാൽ ചിരിയാണ്, ഉറക്കെ ചിരിക്കണേനാണ് ലഹഖ് എന്ന് പറയാ. ഇബ്തിസാം എന്ന് പറഞ്ഞാലാണ് ഈ പുഞ്ചിരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി പുഞ്ചിരിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിക്കുന്ന ആളായിരുന്നില്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി പുഞ്ചിരിയായിരുന്നു എന്ന് നമുക്ക് സ്വഹാബത്ത് തന്നെ പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പോ ചിരിക്കുക എന്നത്, പുഞ്ചിരിക്കുക എന്നത്, ആളുകളോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുക എന്നത് അത് ആളുകളോട് നമുക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു ഗിഫ്റ്റാണ്. അവരുടെ മനസ്സുകളിൽ നമുക്ക് അതുകൊണ്ട് സമാധാനം നിറക്കാൻ കഴിയും, സന്തോഷം നിറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആ ഗുണം ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മളിൽ ഉണ്ടാകണം എന്ന് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പുണ്യമാണ് എന്ന് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ ഭൗതികമായി നമ്മൾ പുഞ്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ശാരീരികമായി അതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നത് തന്നെയാണ് ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ ചില ഹോർമോണുകൾ ആക്റ്റീവ് ആകും. പിന്നെ എൻഡോർഫിൻ, അതുപോലെ തന്നെ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പോലെയുള്ള ഹാപ്പി ഹോർമോണുകൾ, ശരീരത്തിന്റെ വേദന കുറക്കാൻ സഹായിക്കുന്ന, ശരീരത്തിന് ആശ്വാസം നൽകുന്ന, സ്ട്രെസ്, വിഷാദം പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ മനസ്സിന് പോവും പുഞ്ചിരിക്കുന്നത് കൊണ്ട് എന്ന് നമുക്ക് ശാസ്ത്രവും പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ്, മനുഷ്യന് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കോർട്ടിസോൾ, അഡ്രിനലിൻ എന്നൊക്കെ പോലെയുള്ള ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ പുഞ്ചിരി കാരണം ഇല്ലാതെയാകും. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും പുഞ്ചിരി കൊണ്ട് എന്ന് നമുക്ക് ആരോഗ്യ വിദഗ്ധരായ ആളുകൾ പറഞ്ഞുതരാണ്. രക്തക്കുഴലുകൾ അതുകൊണ്ട് വിശാലമാകും, രക്തയോട്ടം കൂടും, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയും. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ
നമുക്ക് ആത്മീയമായി പരലോകത്ത് നിന്ന് ഉള്ള ഗുണങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പുണ്യം അതുകൊണ്ട് കിട്ടും. അതുപോലെ തന്നെ ശാരീരികമായും നമുക്ക് ഒരു സമാധാനവും ഒരു സ്ട്രെസ് റിലീസും എല്ലാം അതുകൊണ്ട് ലഭിക്കുമെന്ന് ഭൗതിക ശാസ്ത്രവും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മളുടെ ശീലമാക്കി മാറ്റണം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാല്, തഖ്വ എന്ന് പറഞ്ഞാല് കണ്ണുരുട്ടി ആളുകളെ നോക്കലാണ് എന്നൊക്കെ ഒരു ധാരണ ആളുകൾക്കുണ്ട്. അല്ല, അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണല്ലോ നമുക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. ആ മാതൃകാ പുരുഷനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മളും അത് ശീലിക്കേണ്ടതുണ്ട്. എന്നാൽ പൊട്ടിച്ചിരിക്കുക എന്നുള്ളത്, നല്ല ഉറക്കെ ചിരിക്കുക എന്നുള്ളത്, അത് പലപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖുർആൻ തന്നെ സൂറത്തു തൗബയുടെ 82-ാമത്തെ ആയത്തിലൂടെ പറയാണ്, ഫൽയദ്ഹകു ഖലീലൻ വൽയബ്കു കസീറൻ. അവർ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യട്ടെ. ഈ ലഹ്കിനെ പറ്റി പറയുമ്പോൾ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ്. അമിതമായി ചിരിച്ചാൽ അതൊരു തെറ്റാണെന്നൊന്നുമല്ല, പക്ഷേ അമിതമായി ചിരിക്കുക എന്നത് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ലൗ തഅലമൂന മാ അലം ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. പാരത്രികമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, നമ്മളുടെ മറ്റു ആത്മീയമായ കാര്യങ്ങളെ പറ്റി, നമ്മളുടെ സ്വർഗനരകങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്താൽ നമുക്കിങ്ങനെ ഈ ആരവങ്ങൾക്കിടയിൽ, പിന്നെ ഇങ്ങനെയുള്ള അടിച്ചുപൊളികൾക്കിടയിൽ ഇങ്ങനെ ആർമാദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ച് ബഹളമയമായ അന്തരീക്ഷത്തിൽ പോവാനൊന്നും കഴിയുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. വലാ തുക്സിറുൽ ലഹ്ക, നിങ്ങൾ കൂടുതൽ ഈ പൊട്ടിച്ചിരിക്കുന്ന ആളുകളായിട്ട് മാറരുത്. ഫഇന്ന കസ്റത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ. ഭയങ്കരമായിട്ട് ചിരിക്കുക എന്നുള്ളത് ഹൃദയത്തെ, മനസ്സിനെ, ഖൽബിനെ അത് മയ്യിത്താക്കും, ഒരു ജഡതുല്യമാക്കും. മനസ്സൊരു വരണ്ട അവസ്ഥയിലേക്കാവും. കുറേ ഈ പിന്നെ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുറേ സമയം ചെലവഴിച്ചാൽ അത് നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത നമ്മളുടെയൊക്കെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനൊക്കെ ഈ പൊട്ടിച്ചിരിയെയും ഈ ആർമാദങ്ങളെയൊന്നും അത്രയധികം പ്രോത്സാഹിപ്പിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിച്ച സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ല് കാണുന്ന രീതിയിൽ പൊട്ടിച്ചിരിച്ച സന്ദർഭങ്ങൾ 3-4 സന്ദർഭങ്ങളാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുക. ഒരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരാണ്. അദ്ദേഹം പറയുന്നത്, റസൂലെ, ഞാന് പിന്നെ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പരിഹാരം വേണം എന്ന് റസൂലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ, എനിക്ക് കഴിയൂല, ഞാൻ ദരിദ്രനാണ്. അടുത്തതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാൻ കഴിയോ? അതും അയാൾക്ക് കഴിയൂല. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് സാധിക്കൂല റസൂലേ. മൂന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്കൊരു 60 മിസ്കീന്മാർക്ക് അതിന് പകരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ, എനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വലിയൊരു കൊട്ടയില് നിറയെ ഈ കാരക്കയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അല അഫ്ഖറ മിന്ന, ഇന്നെക്കാളും ദരിദ്രനായ ആൾക്കാണ് റസൂൽ ഇത് കൊടുക്കേണ്ടത്? എന്നാൽ 2 കുന്നുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 2 കുന്നുകൾക്കിടയിൽ എന്നെക്കാളും ദരിദ്രനായ ഒരു മനുഷ്യനുമില്ല എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ല് കാണുന്ന രീതിയിൽ നിലം മറന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഖാല അത്ഇംഹു ഇയാലക്, നിന്റെ കുടുംബത്തെ തന്നെ നീ കൊണ്ടുപോയത് ഭക്ഷിപ്പിച്ചോ. അദ്ദേഹം ഈ ഒരു പ്രശ്നവുമായിട്ട് വന്ന് പരാതി പറഞ്ഞ് അവസാനം ഈത്തപ്പഴം വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തെക്കാൾ ദരിദ്രരായ ആരുമില്ല എന്ന് പറയുമ്പോൾ റസൂൽ പറയണ, നിങ്ങളുടെ കുടുംബം തന്നെ കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറയുന്ന അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ച സന്ദർഭമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പറഞ്ഞത് ഇത്രയുമാണ്, പിന്നെ പുഞ്ചിരിക്കുക എന്നതൊരു വിശ്വാസിയുടെ ഗുണമാകണം.
നമ്മൾ എപ്പോഴും ഒരു ഗൗരവഭാവം കുടുംബത്തിലും വീട്ടിലും അയൽവാസികളോടൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് അത് വലിയൊരു പൗരുഷത്തിന്റെ അടയാളമായിട്ടൊന്നും ആരും കാണേണ്ടതല്ല. അതല്ല ഇസ്ലാം. പുഞ്ചിരിക്കുക, പുഞ്ചിരിയോടുകൂടി പെരുമാറുക, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അത് നമ്മളുടെ ജീവിതത്തിൽ ശീലമാക്കുക. ഈ ആർഭാടങ്ങളും അതിരുവിട്ട ആഘോഷങ്ങളും അങ്ങനെയുള്ള പൊട്ടിച്ചിരികളും ബഹളമയമായ അവസ്ഥകളും അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന ഹാദിഹി നുഫൂസ തമല്ലു കമാ തമല്ലുൽ അബ്ദാൻ. ശരീരം ക്ഷീണിക്കുന്നത് പോലെ മനസ്സും ക്ഷീണിക്കും അല്ലെ? നമ്മൾ കുറേ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു മടുപ്പ് ഒരു ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ശരീരത്തിന് ക്ഷീണം ബാധിക്കുന്നത് പോലെ മനസ്സിനും ക്ഷീണം ബാധിക്കും. ആ സമയത്ത് ഫബ്തഗൂ ലഹാ ത്വറായിഫൽ ഹിക്മ, നല്ല തത്വചിന്തകളുള്ള രീതിയിലുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് തേടുക. എന്തെങ്കിലും ഒരു നല്ല കഥ, നല്ല ആളുകൾക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്ന ഒരു നല്ല ഗുണപാഠമുള്ള എന്തെങ്കിലും ഒരു സംഭവം പറയാം, അല്ലെങ്കിൽ നമുക്ക് നല്ല മനസ്സിനൊരു തണുപ്പ് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം, തമാശ പറയാം. ഇതൊക്കെ മനസ്സിന് വരുന്ന ഈ ബോർനെസ്, അത് ആ ചടപ്പ് അത് ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറയാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറയുന്നത് കേട്ടിട്ട് ഒരിക്കൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന. റസൂലേ, അള്ളാഹുവിന്റെ പ്രവാചകനായി ഈ ദീൻ എത്തിച്ചേരാൻ ഞങ്ങളിലേക്ക് വന്ന റസൂലെ, നിങ്ങൾ തമാശ പറയേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖ. ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ തമാശ പറയുമ്പോൾ സത്യമല്ലാതെ ഞാൻ പറയൂല. നമ്മൾ പലപ്പോഴും തമാശക്ക് വേണ്ടിയിട്ട് പച്ച കളവൊക്കെ പറയുന്ന രീതി അത് ശരിയല്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യമല്ലാത്തതൊന്നും പറയാറില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. തമാശ പറയുക എന്നുള്ളതൊന്നും അതൊരു മോശപ്പെട്ട കാര്യമല്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് തമാശ പറഞ്ഞത് എന്താ? അത് മനസ്സിനൊരു ഒരു സമാധാനവും നമ്മൾ കുറെ തിരക്കുകളിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ടുണ്ടാകുന്ന ആ പ്രയാസങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ തമാശകൾ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, റസൂൽ എനിക്കൊരു ഒട്ടകത്തെ, യാത്ര ചെയ്യാനുള്ള ഒരു ഒട്ടകത്തെ തരുമോ എന്ന്. മദീനയുടെ ഭരണാധികാരിയാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറയാണ്, ഞാൻ നിനക്കൊരു ഒട്ടകക്കുട്ടീനെ തരാം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, റസൂലെ, ഒട്ടകക്കുട്ടീനെ കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് യാത്ര ചെയ്യാനുള്ള ആവശ്യത്തിനല്ലേ, എനിക്ക് ഒട്ടകം തന്നെ വേണം എന്ന് പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയാണ്, വഹൽ തലിദുൽ ഇബ്ല ഇല്ല നൂഖ്. എല്ലാ ഒട്ടകങ്ങളും ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയാണ്. വലിയ ഒട്ടകം തന്നെയാണ്, പക്ഷെ അതൊരു ഒട്ടകത്തിന്റെ കുട്ടിയാണല്ലോ എന്ന രീതിയിൽ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്, ഒരു വല്യമ്മ, വൃദ്ധയായ ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലേ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യുദ്ഖിലനിൽ ജന്ന. ഞാൻ സ്വർഗ്ഗത്ത് പ്രവേശിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ റസൂലേ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഉമ്മ ഫുലാൻ ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹാ അജൂസുൻ. അല്ലമ്മ, വൃദ്ധകളായ ആളുകളൊന്നും സ്വർഗ്ഗത്ത് കയറൂലമ്മ എന്ന് പറഞ്ഞതും ഫവല്ലത് തബ്കി, കരഞ്ഞോണ്ട് ആ സ്ത്രീ തിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖ്ബിറുഹാ അന്നഹാ ലാ തദ്ഖുലുഹാ വഹിയ അജൂസുൻ എന്ന് പറഞ്ഞിട്ട് അവര് വൃദ്ധയായിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്ത് പോകില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിൽ ഉമ്മാമാരുണ്ടാവില്ല എന്ന് പറഞ്ഞാല് വയസ്സായ ആൾക്കാരൊന്നും മരിച്ചാൽ സ്വർഗത്ത് പോകില്ല എന്നല്ല, മറിച്ച് സ്വർഗത്തിലെത്തുന്ന സമയത്ത് ആളുകളൊന്നും എന്തല്ല, വൃദ്ധരാവൂല, അവരുടെ യൗവനത്തിന്റെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മനോഹരമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വിലക്കപ്പെട്ട കാര്യമായിട്ട് കാണുന്ന രീതി അതൊന്നും ശരിയല്ല. ഒരു വിശ്വാസി അവൻ
അവന് വളരെ ലളിതമായ ആളായിരിക്കണം, ആളുകൾക്ക് അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കണം, പുഞ്ചിരി ഉണ്ടാകണം, തമാശകൾ പറയുന്നതൊക്കെ ആവാം, പക്ഷേ അതിൽ കളവും ഇല്ലാത്തതും ഒന്നും പറയുന്ന, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയുന്ന ചില സ്വഭാവമുണ്ട്. അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലുല്ലഹു വൈലുല്ലഹു, അവന് നാശം എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതൊക്കെ പ്രശ്നമാവുക എന്നത് തിരിച്ചറിയുക. അല്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിനൊരു തണുപ്പും ഒരു നനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള, നമ്മൾക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള വാക്കുകളും തമാശകളും പുഞ്ചിരിയും ഒക്കെ നമ്മളിൽ നിന്നുണ്ടാകണം എന്നു തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മളുടെ ജീവിതത്തിന്റെ മാതൃകയാക്കി മാറ്റുക, അത് ആളുകൾ നമ്മളോട് അടുക്കാനും നമ്മളോട് കൂടുതൽ അടുത്തു വരാനും അത് അവർക്ക് ദഅവത്തിന്റെ രംഗത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുഃഖവും പ്രയാസവും ഒക്കെയുള്ള അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.